السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. حب النبي ومدحه خير العمل وعسى الإله به يبلغه الأمل. ആദരണീയരായ ഉസ്താദുമാർ, വാക്കുകൾ കാതോർത്തുകൊണ്ടിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നമ്മുടെ എല്ലാവരുടെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ്. നമ്മുടെ സ്വഹാബത്ത്, നമ്മുടെ പൂർവസൂരികൾ അതിന് മകുട ഉദാഹരണം കൂടിയാണ്. റസൂലുള്ളയെ അവർ സ്നേഹിച്ചിരുന്നത് എത്രത്തോളമായിരുന്നു എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയിപ്പിക്കുന്നത് കാണാം, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മുത്ത് റസൂലുള്ളാഹിയെ സ്നേഹിച്ചതുപോലെ ആയിരുന്നില്ല. പിന്നീട് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം എന്റെ ഭാര്യയുമായി ഇണചേർന്നിരുന്നത് പോലും മുത്ത് റസൂലുള്ളാഹിക്ക് വേണ്ടിയായിരുന്നു എന്നതാണ് മഹാൻ പഠിപ്പിച്ചിരുന്നത്. അത്രത്തോളം നമ്മുടെ പൂർവസൂരികളെല്ലാം മുത്ത് റസൂലുള്ളയെ സ്നേഹിക്കേണ്ട രൂപം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ കണ്ണുകൾ, അവരുടെ കാതുകൾ എല്ലാം റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. മഹാനായ അബ്ദുല്ലാഹിബ്നു സെയ്ദ് തങ്ങൾക്കതാ മദീനയിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഒരു ദിവസം സുബ്ഹ് നിസ്കാര ശേഷം മഹാനവറുകൾ ചെന്നുകൊണ്ട് ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുന്ന മഹാനവറുകളുടെ അടുക്കലേക്ക് തന്റെ മകൻ വന്നുകൊണ്ട് പറയുന്നു, ഖദ് തുവഫിയ യാ റസൂലല്ലാഹ്, റസൂലുള്ള വഫാത്തായി, വാപ്പാ റസൂലുള്ള വഫാത്തായി എന്ന് പറയുമ്പോൾ അവിടുന്ന് ആ മനുഷ്യൻ, ആ സ്വഹാബി വര്യര് ആ ഈത്തപ്പഴ മരത്തിൽ നിന്നും ഇറങ്ങുന്നു. എന്നിട്ട് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അദ്ഹിബ് ബസ്വരീ ഹത്താ ലാ അറാ ബഅദ ഹബീബി അഹദാ. എന്റെ റസൂലില്ലാത്ത ലോകത്ത് എനിക്ക് എന്റെ കണ്ണ് വേണ്ട, അല്ലാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ച നീ കളയണമേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള വഫാത്തായതിന്റെ പേരിൽ കണ്ണിന്റെ കാഴ്ച കളഞ്ഞ സ്വഹാബത്ത് നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് റസൂലുള്ളയെ സ്നേഹിക്കേണ്ടതിന്റെ മര്യാദകൾ നാം പഠിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ റസൂലുള്ള പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മറ്റു ജനങ്ങളെക്കാൾ, കൂട്ടുകാരെക്കാൾ, കുടുംബക്കാരെക്കാൾ എന്നെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്ന് മുത്തു റസൂലുള്ള പഠിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കണം, റസൂലുള്ളാഹിയെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്ക് മുന്നിലുണ്ടാകേണ്ടത്. ഇതിന് നല്ല ഉദാഹരണങ്ങൾ, ഒട്ടനേകം ഉദാഹരണങ്ങളുടെ സ്വഹാബത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ പരസ്യ പ്രബോധനത്തിനിറങ്ങിയ സംഭവം നമുക്കെല്ലാം അറിയാം. റസൂലുള്ളയെ സ്വപ്നം കാണുന്നു. റസൂലുള്ളയെ സ്വപ്നം കാണുന്നത് എവിടെയാണ്? ആ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ള വഫാത്തായി എന്ന് കേട്ടപ്പോൾ സിദ്ദീഖ് തങ്ങൾ മദീന വിടുകയാണ്. റസൂലുള്ള ഇല്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കേണ്ട, ആ നാട്ടിൽ എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മദീന വിട്ട് ഷാമിലേക്ക് പോയ ആ സിദ്ദീഖ് തങ്ങൾ, ബിലാൽ തങ്ങൾ റസൂലുള്ളയെ സ്നേഹിച്ചത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ സിദ്ദീഖ്
സിദ്ദീഖ് തങ്ങൾ പരസ്യപ്രബോധനത്തിന് ഇറങ്ങിയപ്പോൾ ഉത്ബത്ത് ബിൻ റബിയ എന്ന് പറയുന്ന മനുഷ്യന് സിദ്ദീഖ് തങ്ങളെ രണ്ട് ചെരുപ്പ് കൊണ്ട് സിദ്ദീഖ് തങ്ങളെ കൂട്ടിയടിക്കുകയാണ്, മുഖത്തടിക്കുകയാണ്. ആ മുഖത്തടിച്ച കാരണത്താൽ രക്തത്തിൽ വാർന്നൊലിക്കുന്നു. കുടുംബക്കാരൊരു ശീലയിൽ പൊതിഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങളെ കൊണ്ടുപോവുകയാണ്. സിദ്ദീഖ് തങ്ങൾ മരണപ്പെട്ടുപോയി എന്ന് പലരും വിചാരിച്ചു. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സിദ്ദീഖ് തങ്ങളെയാണ് പലർക്കും കാണാൻ കഴിഞ്ഞത്. അത്രത്തോളം സിദ്ദീഖ് തങ്ങളുടെ അവസ്ഥയായിരുന്നു. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സിദ്ദീഖ് തങ്ങളതാ ആ ഒരു ചെറിയൊരു ബോധം വരുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നത്, എൻ്റെ റസൂലുള്ള എവിടെ, എൻ്റെ റസൂലുള്ള എവിടെ എന്നായിരുന്നു സിദ്ദീഖ് തങ്ങൾ ചോദിച്ചത്. മരിച്ചുപോയി എന്ന് പലരും വിചാരിച്ചു. കുടുംബക്കാർ ശീലയിൽ പൊതിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് ആ സിദ്ദീഖ് തങ്ങൾക്കാണ് ചെറിയൊരു ബോധം വരുമ്പോൾ ചോദിക്കുന്നത്, എൻ്റെ റസൂലുള്ള എവിടെ. ആ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളയെ കാണാതെ എനിക്ക് ഭക്ഷണം വേണ്ട, ആ റസൂലുള്ളയെ കാണാതെ എനിക്ക് വെള്ളം വേണ്ട, ആ റസൂലുള്ളയെ കാണാതെ എനിക്ക് മറ്റു കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങള് അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല, അവിടുന്ന് വെള്ളം കുടിച്ചില്ല, മറ്റു കാര്യങ്ങൾക്ക് മുതിരുന്നില്ല. ആ സിദ്ദീഖ് തങ്ങളെ റസൂലുള്ളയെ കാണിച്ചതിന് ശേഷമാണ് സിദ്ദീഖ് തങ്ങൾ ഭക്ഷണം കഴിച്ചത്. റസൂലുള്ളയെ കണ്ടതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചത്. മറ്റൊരു ചരിത്രത്തിൽ കാണാം, നമ്മുടെ കഴുത്ത് പോലും സമർപ്പിക്കുന്നതിന് അവർക്ക് പേടിയില്ല, ജീവിതം സമർപ്പിക്കുന്നതിന് പേടിയില്ല. കണ്ണുപോയ ചരിത്രം നമ്മൾ പറഞ്ഞു. ഇനി അവരുടെ ജീവിതം തന്നെ അവർക്ക് മെച്ചപ്പെടുത്തുന്നതിന്, അവരുടെ ജീവിതമില്ലായ്മ ചെയ്യുന്നതിന് പോലും അവർക്ക് പ്രയാസമില്ലായിരുന്നു. കഴുത്ത് സമർപ്പിച്ച ചരിത്രങ്ങൾ നമുക്കറിയാം. ഹുബൈബ് തങ്ങളെ അറിയില്ലേ? ഹുബൈബ് തങ്ങളെ തൂക്കിലേറ്റുന്നു. തൂക്കിൽ കിടക്കുന്ന ഹുബൈബ് തങ്ങള്, ആ ഹുബൈബ് തങ്ങളുടെ അടുക്കലേക്ക് ശത്രുക്കൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഹുബൈബേ നിനക്ക് നിന്റെ ജീവൻ വേണം, ഹുബൈബേ നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ, നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണ്ട, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണ്ട. നീ നിന്റെ മുഹമ്മദിനെ, നീ നിന്റെ പ്രവാചകൻ മുഹമ്മദിനെ തള്ളിപ്പറയണ്ട. നീ ചെയ്യേണ്ടത് ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഹുബൈബ് തങ്ങൾ പറഞ്ഞതെന്താണ്? ഇവിടെയാണ് നമ്മുടെ വിശ്വാസികളുടെ ആനന്ദമാകേണ്ടത്. ആ ഹുബൈബ് തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളുടെ തൂക്ക് കണ്ട് പേടിക്കുന്നവനല്ല. നിങ്ങൾ ഇഞ്ചിഞ്ചായി എന്നെ വെട്ടിക്കൊന്നാലും എൻ്റെ റസൂലുള്ളയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇതായിരുന്നു നമ്മുടെ സ്വഹാബത്തിന്റെ മാതൃക. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും റസൂലുള്ളയെ സ്നേഹിക്കണം. ആ റസൂലുള്ളയെ സ്നേഹിച്ചുകൊണ്ട് അതിലൂടെ നമ്മൾ വിജയം കണ്ടെത്തണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.